നമസ്കാരം. വാർത്താ നെക്സസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചക്ക വീണിട്ടും ചാവാത്ത ഒരു മുയലിനെ കുറിച്ചാണ്. ഈ ചക്ക മറ്റൊന്നുമല്ല, നമ്മുടെ ഇ.പി. ജയരാജന്റെ ആത്മകഥ തന്നെ. എന്തായാലും ഇന്ന് രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ദിവസം അതിരാവിലെ എന്ന് തന്നെ പറയാവുന്ന നിലയിൽ പുറത്തു വന്ന വാർത്തയാണ് ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദം. എന്താണ് സംഭവം? കാര്യത്രേ ഉള്ളൂ. DC ബുക്സ് നമ്മുടെ ഇ.പി. ജയരാജന്റെ ഒരു ആത്മകഥ പബ്ലിഷ് ചെയ്യുന്നുണ്ടത്രേ. മാധ്യമങ്ങൾ പറയുന്നത് പ്രകാരം 300ഓളം പേജുകളുള്ള ഒരു പുസ്തകമാണ് ഇ.പി. ജയരാജന്റെ ആത്മകഥ എന്ന നിലയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. രസകരമായ കട്ടൻ ചായ പരിപ്പോട പേരുകളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തായാലും ഈ 300ഓളം പേജുള്ള പുസ്തകത്തിൽ അതിലെ 122 അങ്ങനെ ആ ഭാഗത്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ വിവാദത്തിന്റെ കാതൽ. എന്താണത് എന്ന് ചോദിച്ചാൽ, പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട്, അതായത് പാലക്കാട്ടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണത്രേ അതിലുള്ളത്. അതിലെ നിലവിൽ അവിടെ കോൺഗ്രസ് വിട്ടെത്തിയ പി സരിൻ ഉചിതനായ സ്ഥാനാർത്ഥിയല്ല എന്നൊക്കെ തുടങ്ങുന്ന സംഭവമാണ് വിവാദമായി കത്തിക്കയറുന്ന പരാമർശങ്ങൾ എന്ന് പറയുന്നത്. ലളിതമായ ചില യുക്തിപൂർവമായ ചില ചോദ്യങ്ങൾ നമുക്ക് സ്വയം ചോദിച്ചാൽ തന്നെ ഈ വിവാദവും ചക്ക, അതായത് മുയൽ ചാവാതെ പോയ ആ ചക്കയെക്കുറിച്ചും നമുക്ക് പിടികിട്ടും. എന്താണെന്ന് തെളിച്ചു പറയാം. കാര്യം ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം അതിരാവിലെ തന്നെ ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവാദം ഉണ്ടാകുന്നു. അതായത് BJPയുടെ സമുന്നതനായ ഒരു നേതാവിനെ അദ്ദേഹം തന്റെ ഫ്ളാറ്റിൽ വെച്ച് കണ്ടു എന്ന വിവാദം അതിരാവിലെ തന്നെ ഉണ്ടാകുന്നു. പിന്നീട് ഇത് ഇ.പി. ജയരാജൻ തന്നെ അത് അഡ്മിറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ പാപിയും ശിവനും എന്ന് തുടങ്ങുന്ന മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നു. അങ്ങനെ ഈ വിവാദം പ്രസ്തുത തെരഞ്ഞെടുപ്പിൽ UDFനെ അനുകൂലമായി ഒരുപാട് സഹായിച്ചു എന്ന് ആ സമയത്ത് തന്നെ UDFിലെ പ്രമുഖ കക്ഷിയായ കോൺഗ്രസ് വിലയിരുത്തിയിരുന്നു. ഇതിന് സമാനമായ ഒരു സംഗതി ക്രിയേറ്റ് ചെയ്യാനാണ് യഥാർത്ഥത്തിൽ ഇന്ന് ശ്രമം നടന്നത്. അതിരാവിലെ തന്നെ പി സരിൻ യുക്തനായ സ്ഥാനാർത്ഥിയല്ല എന്ന നിലയിൽ ഇ.പി. ജയരാജന്റെ ആത്മകഥാ ഭാഗം പുറത്തു വരുന്നു. അതായത് പി സരിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് CPMൽ വളരെയധികം കുഴപ്പങ്ങളുണ്ട്. പി സരിൻ അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയല്ല. പി സരിൻ തീർച്ചയായും തോൽക്കുമെന്ന് CPMന്റെ ഉന്നത നേതാക്കൾ തന്നെ ഉറപ്പിച്ച സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെയുള്ള ചില കാര്യങ്ങളാണ് ഈ വിവാദത്തിൽ കൂടി രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ചത്. ഇനി ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ആ ഒരു ആസ്പെക്റ്റിൽ ഇക്കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയുടെ ആത്മകഥയുടെ കോപ്പി അത് പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു മാധ്യമ പ്രവർത്തകന്റെ കയ്യിൽ ലഭിച്ചു എന്നിരിക്കുക. ആ വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ വിപുലമായ പല സംഭവ വികാസങ്ങളെയും എങ്ങനെയാണ് ആ വ്യക്തി തന്റെ ആത്മകഥയിൽ എഴുതിയിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പുതുതായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കാനായിരിക്കും സ്വാഭാവികമായും ഒരു മാധ്യമ പ്രവർത്തകന് ക്യൂരിയോസിറ്റി ഉണ്ടാവുക. ഇത് തികച്ചും ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടാവുന്ന ഒരു മാധ്യമ വിദ്യാർത്ഥിക്ക് തന്നെ തോന്നുന്ന ആദ്യത്തെ കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഇ.പി. ജയരാജന്റെ ആത്മകഥ തന്നെ എടുക്കുക. ഒരു സാധാരണ വ്യക്തിയുടെ കയ്യിൽ അങ്ങനെ ഒരു ആത്മകഥ ലഭിച്ചു എന്നിരിക്കട്ടെ. ഇ.പി. ജയരാജന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത് അദ്ദേഹം നേരിട്ട ഒരു വധശ്രമമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അതിന്റെ വ്യവഹാരങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഒരു സംഭവ വികാസം, അതായത് അയാൾ മരണത്തിലേക്ക് ഒരു വ്യക്തി നടന്നുപോയി തിരികെ വന്ന ഒരു സംഭവം, ഇതിനെക്കുറിച്ച് എന്താകും അതിൽ ഇ.പി. ജയരാജൻ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക? ആദ്യ തവണ തന്നെ മന്ത്രിയായപ്പോൾ സ്വജനപക്ഷപാതവും ബന്ധു നിയമനവും ആരോപിക്കപ്പെട്ട് മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്ന വ്യക്തിയാണ് ഇ.പി. ജയരാജൻ.
ഇത് കൂടാതെ ദേശാഭിമാനിയുടെ ചുമതലയുള്ളപ്പോൾ ഉൾപ്പെടെ വിടാതെ പിന്തുടർന്ന നിരവധി വിവാദങ്ങൾ ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഇ.പി. ജയരാജന്റെ ആത്മകഥ പുറത്തു വരുമ്പോൾ അത്തരം കാര്യങ്ങൾ അതിലുണ്ടോ എന്നുള്ളതാകും പൊതുവെ ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി. വളരെ അടുത്ത കാലത്ത് ഏതാണ്ട് ഒരു മാസം മുന്നേ നടന്ന ഒരു സംഗതിയാണ് 300 പേജുള്ള ആത്മകഥയിലെ 122ാമത്തെ പേജിൽ എഴുതിയിരിക്കുന്നത് അത്രേ. അതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ഏറ്റവും വിവാദമായ ഭാഗമത്രേ. ഇതിൽ തന്നെ നമുക്ക് സംശയങ്ങൾ തോന്നി തുടങ്ങുന്നു. 300ഓളം പേജുള്ള ഒരു പുസ്തകം DC ബുക്സ് പോലുള്ള ഒരു പബ്ലിഷിംഗ് ഹൗസ് പബ്ലിഷ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. ഇനി ഏതൊരു പബ്ലിഷിംഗ് ഹൗസ് ആയാലും ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ പുസ്തകം, അത് നിരവധി തവണ അതിന്റെ പ്രൂഫ് റീഡിംഗ് നടക്കും, നിരവധി തവണ അത് എഡിറ്റ് ചെയ്യപ്പെടും, അതുപോലെ അതിന്റെ ഡിസൈനിങ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് പ്രകാശനം ചെയ്യപ്പെടുന്നതിന്റെ ചുരുങ്ങിയത് 1 മാസമോ 2 മാസമോ മുമ്പ് തന്നെ അത് എഴുത്ത് പൂർത്തിയായി എഡിറ്റിംഗ് ടേബിളിൽ എത്തിയിരിക്കും. ഇവിടെയും അത് തന്നെയായിരിക്കും നടന്നിട്ടുണ്ടാവുക. അതായത് തന്റെ വിപുലമായ ആത്മകഥാ ആത്മകഥ ഇപ്പോൾ പുറത്തിറങ്ങുകയാണെങ്കിൽ, ആ വാർത്തകൾ സത്യമാണെങ്കിൽ, അതിന്റെ രചന കുറഞ്ഞത് ഒരു 1.5-2 മാസം മുൻപ് പൂർത്തീകരിച്ചിട്ടുണ്ടാവും. അതിലെങ്ങനെയാണ് അതിന്റെ ഒരു നടുവിലത്തെ പേജിൽ, ഒരു 122ാമത്തെ പേജിൽ അല്ലെങ്കിൽ 150 പേജിനുള്ളിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള പരാമർശം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രായോഗികവും പ്രാഥമികവുമായ ഒരു ചോദ്യമാണ്. ഇതിനുള്ള ഉത്തരം നമ്മുടെ മാധ്യമങ്ങൾ നൽകിയേ മതിയാവൂ. ഇതേ ദിവസം തന്നെ മറ്റൊരു സുപ്രധാനമായ, മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയട്ടെ, ഒരു സുപ്രധാനമായ വിധി കൂടി വന്ന ദിവസമാണ്. പ്രത്യേകിച്ച് ഒരു മാധ്യമത്തിന്റെ പേര് ഇവിടെ എടുത്തു പറയുന്നില്ല. അത് എന്താണ് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒരു വലിയ സ്ത്രീ പീഡന ആരോപണം ഉയർത്തിക്കൊണ്ടുവരികയും അതിൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് കോടതി തന്നെ പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണെന്ന്. പ്രസ്തുത വാർത്ത പുറത്തു വന്ന മാധ്യമത്തിന്റെ മുതലാളിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് ഈ വാർത്തയുടെ ഇരയായി മാറിയിരിക്കുന്നത് എന്നുകൂടി നോക്കുമ്പോൾ നമുക്കതിന്റെ ഒരു വാർത്തയുടെ സത്യസന്ധത സംബന്ധിച്ച് വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഇത്തരം മാധ്യമ കൊട്ടേഷനുകൾ നേരത്തെയും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്രയും വിസിബിളായ, ഇത്രയും അനുഭവവേദ്യമായ രീതിയിൽ ഒരു സംഭവം നേരത്തെയും ഉണ്ടായിട്ടില്ല. എന്തായാലും ലോക്സഭാ ഇലക്ഷന് ചക്ക വീണപ്പോൾ മുയൽ ചത്തതുപോലെ ഈ ഉപതെരഞ്ഞെടുപ്പിലും ഇ.പി. ജയരാജന്റെ തലയ്ക്കൊരു ചക്ക ഇട്ടുകൊണ്ട് മുയൽ ചാവും എന്ന് തന്നെയാണ് മാധ്യമങ്ങളും അതോടൊപ്പം ചേർന്ന് സ്വാഭാവികമായും കോൺഗ്രസും എല്ലാം പ്രതീക്ഷിച്ചത്. ഈ വിവരം പുറത്തു വന്നതിന് ഈ വാർത്ത പുറത്തു വരുന്നതിന് തുടർച്ചയായി തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്താൻ നമ്മുടെ പ്രതിപക്ഷ നേതാവും തയ്യാറായി. എന്തായാലും അത് രാവിലെ ഉണ്ടായില്ല, ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇക്കാര്യമാണ്: ഇതെല്ലാം ശരിയായിരിക്കും, കാരണം ഇ.പി. കഴിഞ്ഞ ലോക്സഭാ സമയത്തും ഇത്തരം വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന പോയിന്റ്, ആ മുയലിന്റെ തലയിൽ ചക്ക വീണ പോയിന്റ് കൃത്യമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഉയർത്തി കാണിക്കുകയാണ്. എന്തായാലും ഇന്ന് ഇത്തരമൊരു വാർത്ത പുറത്തു വരുന്നു, വേറൊരു തലത്തിലൊരു കോടതിയുടെ വിധി പുറത്തു വരുന്നു വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്തായാലും കൂടുതൽ മാധ്യമ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഇത് ഒരു പഠന വിധേയമാക്കേണ്ട 2 സംഗതികൾ തന്നെയാണ്. നിരവധി ചോദ്യങ്ങളും അവിടെ ബാക്കിയാവുന്നുണ്ട്. എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഈ ചക്ക വീണത് കൊണ്ട് ഏതെങ്കിലും മുയൽ ചത്തോ എന്ന കാര്യവും കൂടി നമുക്കപ്പോൾ ഉറപ്പിക്കാം. നന്ദി, നമസ്കാരം.